നമസ്കാരം. 9 എക്സിറ്റ് പോൾ സർവേകൾ, 9ഉം ഒരുപോലെ വിധി എഴുതി നരേന്ദ്രമോദി തന്നെ മൂന്നാമതും രാജ്യത്ത് അധികാരത്തിൽ വരും, അദ്ദേഹത്തിന് മുന്നിൽ യാതൊരു തടസ്സങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല, BJP നേതൃത്വത്തിലുള്ള NDA മുന്നണി ഏകപക്ഷീയമായ വിജയം തന്നെ സ്വന്തമാക്കുമെന്ന്. ഇത് BJP ക്യാമ്പുകളിൽ ഉണ്ടാക്കിയ ഒരു ആഹ്ലാദം ചെറുതായിരുന്നില്ല. ആഘോഷങ്ങൾ പോലും ഫലപ്രഖ്യാപനത്തിന് മുൻപ് തുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരുന്ന INDA മുന്നണിയും കോൺഗ്രസും ഒക്കെ ഈ എക്സിറ്റ് പോളുകൾ കണ്ട് വല്ലാതെ പരിഭ്രമിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ ആഹ്ലാദത്തിനും നിരാശയ്ക്കും ഒന്നും അധികം ആയുസ് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് എക്സാക്ട് പോളുകൾ നമ്മളെ കാണിച്ചു തന്നത്. ആക്സിസ് മൈ ഇന്ത്യയുടെ തലവനായ പ്രദീപ് ഗുപ്ത ഇന്ത്യ ടുഡേ ചാനലിലെ ചർച്ചയ്ക്കിടെ പൊട്ടിക്കരയുന്ന കാഴ്ചയാണ് ഇന്നലെ രാജ്യം കണ്ടത്. എല്ലാ സർവേ ഏജൻസികളും ഒരേപോലെ വിധി എഴുതണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടാകാം എന്ന തരത്തിലുള്ള ചില ചർച്ചകൾ കൂടി സജീവമാകുന്നുണ്ട്. ഈ ഒരുപോലെയുള്ള വിധി എഴുത്തിന് പിന്നിൽ കോർപ്പറേറ്റുകളുടെ ഇടപെടലുകളാണ് എന്നുള്ള സാധ്യതയാണ് ഇതിൽ ആദ്യമുള്ളത്. പണം നൽകി ഏജൻസികളെ സ്വാധീനിച്ച് ഓഹരി വിപണിയിൽ ഇവർ നേട്ടമുണ്ടാക്കിയതാണോ എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ മറ്റൊരു വശത്ത് പുരോഗമിക്കുന്നത്. എക്സിറ്റ് പോളുകളിൽ നിന്നും വിഭിന്നമായി ആദ്യ ഫലസൂചനകൾ പുറത്തു വന്നപ്പോൾ തന്നെ അടിപതറുന്ന കാഴ്ചയാണ് ഓഹരി വിപണിയിൽ ഉണ്ടായത്. ആദ്യ മണിക്കൂറിൽ തന്നെ സെൻസെക്സ് 2000 പോയിന്റ് ഇടിഞ്ഞു, നിഫ്റ്റി 50 പോയിന്റ് ഇടിഞ്ഞ് 22,557 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ വിപണി മൂല്യം തിങ്കളാഴ്ചയിലെ 426 ലക്ഷം കോടി രൂപയിൽ നിന്നും 406 ലക്ഷം കോടി രൂപയായി കുറയുന്നതും നമ്മൾ കണ്ടു. ഇത് പ്രകാരം നിക്ഷേപ മൂല്യത്തിൽ 20 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ എക്സിറ്റ് പോളുകൾ പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ 14 ലക്ഷം കോടിയുടെ ഇടപാടാണ് നടന്നത്. എന്തായാലും ഒരേ അച്ചിൽ വാർത്ത എക്സിറ്റ് പോളുകൾക്ക് പിന്നിൽ ആരുടെ കരങ്ങളായിരുന്നു എന്നത് കണ്ടറിയണം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.